ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു. ഇപ്പം ഇവിടെ സമയം രാത്രി 8 മണി കഴിഞ്ഞു. അപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഇവിടെ പകലിന് ദൈർഘ്യം കൂടുതലും രാത്രി സമയം കുറവാണ്. അപ്പോൾ രാത്രി 8 മണിയായാലും ഉച്ചയ്ക്ക് 3 മണി പോലെ നല്ല വെയിലോട് കൂടി ഇവിടെ ഇരിക്കും. അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ കാലാവസ്ഥ. ചെറിയ ചൂടുണ്ട്. എന്നാലും വെളിയിലിറങ്ങിയ ചെറിയ തണുപ്പും എന്നാൽ അകത്തോട്ടൊക്കെ കയറിയാൽ നമുക്ക് ചൂടും. അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുരുക്ക് എന്ന് പറയുന്ന ഒരു സിനിമയുടെ വീഡിയോ ആയിട്ടാണ് വന്നത്. അതൊരു ക്രൈം സിനിമയാണ്. നമുക്കിന്ന് അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. നിഷ പ്രൊഡക്ഷൻസ് സിറ്റി സർക്കിളിൽ 7 ദിവസങ്ങൾക്കിടയിൽ 4 കൊലപാതകങ്ങളാണ് നടന്നിട്ടുള്ളത്. ആരാണ് സർ കൊലയാളി? പ്രൊഡ്യൂസ്ഡ് ബൈ ഷാജി. കൊലയാളി ഇപ്പോഴും കാണാമുറയത്ത് എവിടെയോ ഉണ്ട്. ആ രക്തത്തിന്റെ ഉടമ ആരാണോ അയാൾക്ക് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരാഴ്ചക്കുള്ളിൽ 4 കൊലപാതകമോ? അതിൽ 2 പേരെ ഇയാൾ അന്വേഷിക്കുന്ന സസ്പെക്ട്. ഇതുവരെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട എല്ലാ സസ്പെക്റ്റുകളും പോലീസ് എത്തുന്നതിന് മുമ്പേ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു കൊലപാതകം കൂടി നടക്കരുത്. കൊലയാളി നമ്മളെക്കാൾ ഷാർപ്പാണ്. മറ്റുള്ള എല്ലാ ഫിംഗർ പ്രിന്റ്സും ക്ലിയർ ചെയ്തിട്ടുണ്ട്. കൊലയാളി ക്ലവറാണ്. ഈ സിനിമ ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ്. പക്ഷേ എനിക്ക് ക്രൈം സിനിമകൾ പൊതുവേ ഇഷ്ടക്കുറവാണ്. പക്ഷേ ഈ സിനിമ ഞാൻ വാച്ച് ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് അനിൽ ആൻഡോ, പ്രീത പ്രദീപ്, പിന്നെ അജയ് ഘോഷ്, മീര നായർ, പിന്നെ കൊല്ലം തുളസി എന്ന് പറഞ്ഞ നടൻ ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. കുറേ നാളെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ വന്നിട്ട് ഇടയ്ക്ക് അസുഖമൊക്കെ ആയി കിടക്കുകയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. പിന്നെ അതിനുശേഷം കുറേ കാലത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള ആദ്യത്തെ സിനിമയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു കൊല്ലം തുളസിയുടേത്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തേക്കുന്നത് അഭിജിത്ത് നൂരാനിയാണ്. ഈ സിനിമയുടെ ട്രെയിലറിൻ്റെ എഡിറ്റിംഗ് വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി നല്ലതാണ്. പിന്നെ ഇതിൻ്റെ റിലീസിങ് ഡേറ്റ് അവർ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഒരു പക്ഷേ അവർ റിലീസിങ് ഡേറ്റുമായിട്ട് ഇനി പുതിയ ഒരു ട്രെയിലറോ വീഡിയോ ഒക്കെ ആയിട്ട് അവർ വരുമായിരിക്കും. ആ സമയത്ത് ഞാൻ വീണ്ടും ഇത് റിയാക്ട് ചെയ്യുന്നതായിരിക്കും. ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം. ഈ സിനിമയ്ക്ക് ഒരു സപ്പോർട്ട് കൊടുക്കണം. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.